ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. കുക്കറിൽ എങ്ങനെ ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ചിക്കൻ എടുക്കുക, അതിലേക്ക് കുറച്ച് ഉപ്പിടുക, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പെപ്പർ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഗാർലിക്കും കുറച്ച് ജിഞ്ചറും അതേപോലെ 2-3 പച്ചമുളക്, പിന്നെ ഒരു പുതിനയില. അത് മൊത്തം മിക്സ് ചെയ്യണേ. അത് മൊത്തം നന്നായിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതുകൂടി ഇതിൽ ആഡ് ചെയ്യുക, ഒപ്പം ലെമണും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. മൊത്തമായിട്ടൊന്നും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യണ്ട കേട്ടോ, കുറച്ച് ആഡ് ചെയ്താൽ മതി. ബാക്കി നമുക്ക് മസാലയിലേക്ക് വേണ്ടതാണ്. പിന്നെ നമ്മൾ ബിരിയാണി മസാല ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് നല്ലോണം ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ നമുക്ക് ചിക്കൻ പൊരിക്കാം. ഓരോന്നായിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുക. നമുക്ക് അധികം പൊരിയൊന്നും വേണ്ട, കുറച്ച് പൊരിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചിക്കൻ പൊരിച്ചെടുക്കാം. എനിക്ക് ലെഗ് പീസാണ് ഇഷ്ടം കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം കമൻറ്റ് ചെയ്യണേ. അതേപോലെ നമ്മൾ വേറൊരു പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് നെയ്യ് നല്ലോണം ചൂടാവട്ടെ. അതിലേക്ക് നമുക്ക് കാഷ്യൂവും മുന്തിരിയൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം കുറച്ചുള്ളി എടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം. ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ പൊരിച്ച ചിക്കൻ ഓരോന്നായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ എൻ്റെ അമ്മയും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലാതെ എനിക്കിത് ഒറ്റയ്ക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല. അമ്മ കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ശേഷം ബാക്കിയുള്ള ഉള്ളിയൊക്കെ എടുത്ത് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റിക്കോളുക, അല്ലെങ്കിൽ മസാല ടേസ്റ്റ് ഉണ്ടാവില്ല. ഉള്ളി നല്ലോണം വഴറ്റണം. പിന്നെ നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്യുക. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയില്ലേ, അതുകൂടി ആഡ് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്കിതിന് വേണ്ട മസാല നമുക്ക് ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെപ്പർ, പിന്നെ നമ്മൾ നേരത്തെ ബിരിയാണി മസാല പൊടിച്ച് വെച്ചില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇടുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. നിങ്ങൾക്ക് വേണ്ടത്ര ഉപ്പ് ഇടുക കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ടോളാം. എന്നിട്ട് പൊരിച്ച ചിക്കൻ എടുത്തിട്ട് ആ മസാലയിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം മൂടി വെക്കുക. സിമ്മിലായിരിക്കണേ. ഓക്കെ, അതിന് ശേഷം മസാല റെഡിയായല്ലോ അല്ലേ. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇവിടെ ഞങ്ങൾ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തത്. 1.5 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. ആ വെള്ളം ചൂടാക്കുക നന്നായിട്ട്. പിന്നെ നമ്മൾ കുക്കറിലേക്ക് നെയ്യ് ഒഴിക്കാം. കൂടെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. അത് നന്നായിട്ട് ചൂടായി വരട്ടെ. അതിന് ശേഷം നമുക്ക് സ്പൈസസ്, നമ്മൾ മുന്നേ എടുത്ത് വെച്ച സ്പൈസസ് നമുക്ക് ഇതിലേക്ക് ഇടണം. നമ്മൾ റൈസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുന്നേ ഇടേണ്ട സ്പൈസസ് ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാവട്ടെ. ഓക്കെ, അതിന് ശേഷം നമ്മൾ ആ സ്പൈസസ് എടുക്കുക. എന്നിട്ട് കുക്കറിലേക്ക് ഇടുക. അതുകൂടാതെ നമ്മൾ പെരിഞ്ജീരകം അതും കുറച്ചിടണം കേട്ടോ. അപ്പം വളരെ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കഴുകി വെച്ച റൈസ് എടുത്ത് കുക്കറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കണേ, ഇളക്കാതെ നിൽക്കരുത്. റൈസ് അപ്പം അടി പിടിച്ചു പോകും. അപ്പം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഈ തിളച്ച വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുക. എന്താ തിളപ്പല്ലേ. നന്നായിട്ട് തിളക്കട്ടെ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ലെമൺ ഉണ്ടാവും, അത് നല്ലോണം സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ലെമൺ കംപ്ലീറ്റ് സ്ക്വീസ് ചെയ്തോ കുഴപ്പമില്ല. അപ്പം നമ്മുടെ മസാലയൊക്കെ റെഡിയായി. ഇതിൽ 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലായിരിക്കണം. ഓക്കെ, അങ്ങനെ ചൂടൊക്കെ പോയതിന് ശേഷം മാത്രം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്താൽ മതി. അപ്പം മസാലയൊക്കെ എടുത്ത് ആ ഒരു കുക്കറിലേക്ക് ഇടുക. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അരി കുഴഞ്ഞു പോവരുത്, ആ ഒരു രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. സോ നമ്മുടെ ഗാർണിഷ് ചെയ്യാൻ വെച്ച സാധനങ്ങളൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ഗാർണിഷ് ചെയ്യുക. അങ്ങനെ നമ്മളെ ചിക്കൻ ബിരിയാണി റെഡിയായി. ഓക്കെ.